ഓം നമ ശിവായ. ഇപ്പോൾ രസകരമായൊരു ചോദ്യമാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ശിവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ത്രിമൂർത്തികളിൽ ഒരാളായിട്ടാണ് നമ്മൾ ശിവനെ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ തന്നെ ഈ ശിവന്റെ ഉത്ഭവം, ശിവന്റെ പവർ, അല്ലെങ്കിൽ വിഷ്ണുവാണ് എല്ലാത്തിന്റെ അവസാനം. അപ്പൊ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, എല്ലാം ഒടുവിൽ എന്റെ വക്രങ്ങളിൽ വന്ന് അവസാനിക്കുന്നു. അപ്പൊ ഞാൻ എന്ന് പറയുന്നൊരു സംഭവം അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ശരിക്കും ഈ പറഞ്ഞ ഈ രണ്ടിലും ഒരു ഡിവിഷൻ ഓഫ് ഡ്യൂട്ടി ആണ് ഇത് മൂന്നും എന്ന് പറയുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വര എന്ന് പറയുന്ന ഡിവിഷൻ ഓഫ് ഡ്യൂട്ടി ആണെന്നും അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സദാശിവൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 36 തത്വങ്ങളിൽ ഏറ്റവും അവസാനം വരുന്ന സദാശിവൻ എന്ന് പറയുന്ന അത് ശിവനാണെന്നും പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോ ആ ശിവനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ആ ശിവനും പിന്നെ ബാക്കിയുള്ള ഈ ശിവനും അത് ഈ ശിവന്മാരെന്ന് പറയുന്നതിന് കാരണം ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്ന് ഒരു സൈക്കിൾ നമ്മൾ കേട്ടു. ഇത് കുറച്ച് അതിന്റെ ഒരു ഫിലോസഫിക്കൽ സൈഡും ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ശിവ എന്ന് പറയുന്നത് സദാശിവ എന്ന് പറയുന്ന ഒരാളും, അതിന്റെ താഴെയായിട്ട് ദേവി, പിന്നെ അതിന്റെ താഴെ ഈ മായയുടെ കഞ്ചുകങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ഡിവിഷൻസ് വന്നിട്ട് ഏറ്റവും നമ്മൾ ഭൂമിയിൽ ഒന്നിക്കുന്ന ആ ഒരു 36 തത്വങ്ങളിൽ പറയുന്ന സദാശിവൻ എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെതാണോ ഈ ഇത്, അതോ നമ്മൾ പറയുന്ന ശിവപാർവതിയിലെ ഭഗവാൻ ശിവന്റെ ആണോ, ശങ്കരന്റെ ആണോ ഇത് എന്നുള്ളതാണ്. ശ്രീപരമേശ്വരൻ 64 കലകളുടെയും ഉത്ഭവം ഭഗവാനിൽ നിന്നാണെന്ന് പറയുമ്പോൾ 64 കലകളും 64 ഭാവങ്ങളാണ്. ഭഗവാന്റെ തന്നെ 64 ഭാവങ്ങളാണ്. ഈ 64 ഭാവങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോ നൃത്തരൂപത്തിൽ ഭഗവാന് തില്ലൈ നടരാജസ്വാമിയായിട്ട് നമുക്ക് സങ്കല്പിക്കാം, അല്ലേ? ഇപ്പൊ ജ്യോതിഷത്തിലാണെങ്കിൽ വൈത്തീശ്വരൻ കോവിൽ ഭഗവാനുമായിട്ട് കണക്കാണ്, വൈദ്യനാഥ ക്ഷേത്രം വൈദ്യരൂപത്തിൽ. അപ്പോ ഇവിടെ ശരിക്കും ശരയോഗിയുടെ ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് ശരിക്കും നമ്മുടെ ഈ പറയുന്ന കൈലാസത്തിൽ, നമ്മുടെ ശിവപുരാണത്തിൽ പറയുന്ന ശിവൻ എന്ന് പറയുന്ന മഹാദേവൻ എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെയാണ് വരുന്നത്. അല്ല, അത് തന്നെ അത് ത്രിമൂർത്തികളിൽ ഒരാളായ ശിവനാണോ അതോ സദാശിവനാണോ എന്നുള്ളതാണ്. ത്രിമൂർത്തികളിൽ ഒരാളായ ശിവൻ തന്നെയാണ്. ത്രിമൂർത്തികളിൽ ഒരാളായ ശിവൻ എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ പാർവതി ദേവി ഭഗവാനോട് ഈ ഒരു ചോദ്യം ചോദിക്കുകയും, ഈ പറയുന്ന ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാണ്ടിരുന്നാൽ അവൻ ആരെ അഭയം പ്രാപിക്കും, അവൻ സംസാര ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ ആരെ അഭയം പ്രാപിക്കും എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ടാണ് ഭഗവാൻ പറയുന്നത്, അവനവനിൽ അന്തർലീനമായിരിക്കുന്ന ശ്വാസത്തെക്കുറിച്ചുള്ള അറിവും അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവും അവനുണ്ടെങ്കിൽ അവന് ദൈവത്തെക്കുറിച്ചുള്ള ബോധം പോലും ഉണ്ടായിരിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. ശ്വാസബോധത്തിൽ അവന് ജീവിക്കാൻ സാധിക്കും. അപ്പോ ഇങ്ങനെയാണ് ഇദ്ദേഹം ശരയോഗ ഉപദേശിക്കുന്നത്. ദേവിക്ക് ശരയോഗ ഉപദേശിക്കുന്ന സമയത്ത് നന്ദികേശനും ഇത് കേട്ടു എന്ന് പറയുന്നത്. അപ്പൊ നന്ദികേശനും കേട്ടു എന്ന് പറയുമ്പോൾ ത്രിമൂർത്തികളുടെ ശിവനല്ലേ, ഉത്തരായില്ലേ? നന്ദികേശനും ഈ വിദ്യ അവിടെ കേട്ടു, അപ്പൊ ത്രിമൂർത്തികളുടെ ശിവനാണ്. അപ്പൊ നന്ദികേശനും ഈ വിദ്യ അവിടെ സ്വായത്തമാക്കുകയും നന്ദികേശനിൽ നിന്നാണ് ഈ വിദ്യ കാലാങ്കി എന്ന് പറയുന്ന മഹർഷിയിലേക്ക് എത്തുന്നത്. കാലത്തെ അംഗീകരിക്കുവാൻ കാലാങ്കിയിൽ നിന്നാണ് ഈ വിദ്യ തിരുമൂല നയനാറിലേക്ക് എത്തുന്നത്. അതെ, തിരുമൂലറിലേക്ക് എത്തുന്നത്. തിരുമൂലരാണ് ഇത് ആദ്യമായിട്ട് ഈ വിദ്യ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്. തിരുമന്ദിരത്തിൽ. അതിനുശേഷം അവിടെ നിന്ന് അഗസ്ത്യരിലേക്ക് എത്തി. അഗസ്ത്യർ വഴി പറയുന്ന തമിഴ് സിദ്ധ പരമ്പരയിലേക്ക് എത്തി. പിന്നീട് പ്രധാനമായും 2 ഗുരുപരമ്പരകൾ ശരമൂർ ശാസ്ത്രത്തിലുള്ളത്, ഒന്ന് പരശുരാമ പരമ്പരയും മറ്റൊന്ന് രാവണ പരമ്പരയുമാണ്. ഇവർ രണ്ടുപേരും ഭഗവാനിൽ നിന്ന് എല്ലാ വിദ്യകളും സ്വായത്തമാക്കിയുള്ള ശിഷ്യന്മാരാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഗുരുപരമ്പരകൾ ഇത്രയും പരമ്പരകളാണ്. ഇത് കഴിഞ്ഞാൽ ഈ ഇതിൽ പരമശുരാമന്റെ ഇടയ്ക്ക് ചോദിക്കുകയാണ്, പരശുരാമന്റെ പരമ്പരയെ കുറിച്ച് നമുക്ക് ഏതാണ്ട് ഒരു ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ രാവണ പരമ്പര അതുണ്ടോ, നിലനിൽക്കുന്നുണ്ടോ? കാരണം രാവണൻ നമ്മുടെ നെഗറ്റീവ് ക്യാരക്ടറായിട്ട് അങ്ങനെ മാറ്റി സ്ഥാപിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ചോദിക്കുകയാണ്. എന്റെ ഗുരുപരമ്പര രാവണ പരമ്പരയാണ്. അതിൽ വരുന്ന ആരൊക്കെയാണെന്ന് പറയാം. രാവണ പരമ്പര, രാവണൻ ജനിച്ചത് നമ്മുടെ ഭാരതത്തിലെ ബിസ്രാഖ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ബിസ്രാഖ്, ആ ഗ്രാമത്തിൽ അദ്ദേഹം ജനിക്കുകയും അദ്ദേഹം വൈശ്രവസ് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണന് ഒരു അസുര സ്ത്രീയിലുണ്ടായ മകനാണ് രാവണൻ. ഇദ്ദേഹം ഈ രാവണൻ കുഞ്ഞായിരുന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പിതാവായ വൈശ്രവസിന് ഒരു അഷ്ടഭുജ ശിവലിംഗം കിട്ടി, 8 ആംഗിളുടെ ശിവലിംഗം കിട്ടി. അപ്പോൾ അതുമായിട്ട് ഇദ്ദേഹം വീട്ടിലേക്ക് വന്നു എന്നും ഇത് കുട്ടിയായിട്ടുള്ള രാവണനെ ഏൽപ്പിച്ചു എന്നും പറയുന്നു. രാവണനെ ഇത് ഏൽപ്പിച്ചു. രാവണൻ ഇതിനെ വീട്ടിലൊരു ഭൂഗർഭ അറയുണ്ട്. ആ ഭൂഗർഭ അറയിൽ ഈ ശിവലിംഗവുമായി പോയിരുന്ന് ശിവപൂജ ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച ശിവപൂജയാണ് രാവണനെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനും ശിഷ്യനുമാക്കി മാറ്റിയത്. അദ്ദേഹം 64 കലകളും ഭഗവാനിൽ അഭ്യസിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ പാണ്ഡിത്യത്തെ സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ 10 ശിരസ്സുകൾ. അത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം എന്ന് പറയുന്നത് കേവലം ഒരു സൃഷ്ടിയല്ല, ഒരു കഥാപാത്ര സൃഷ്ടിയല്ല, മറിച്ചൊരു യാഥാർത്ഥ്യമാണ് എന്ന് പറയാൻ കാര്യം
ഉദാഹരണത്തിന് ഇപ്പോൾ BAMS വിദ്യാർത്ഥികളൊക്കെ തന്നെ, ആയുർവേദിക് സ്റ്റുഡൻസ് ഒക്കെ തന്നെ പഠിക്കുന്ന ഹ്യൂമൻ അനാട്ടമിയുടെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള ഉടക്കൂർ ശാസ്ത്രം, അത് രചിച്ചത് രാവണനാണ്. ഇപ്പോഴും നമുക്ക് റെഫറൻസ് ലഭ്യമാണ്. അതുപോലെ അതെ ഈ പറയുന്ന, ഞാൻ അവരേക്ക് വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സിദ്ധയുടെ പൂർവ്വരൂപമായിട്ടുള്ള ചിന്താർമണി വൈദ്യമാണ് രാവണൻ കൈകാര്യം ചെയ്തിരുന്നത്. ചിന്താർമണി വൈദ്യമാണ് രാവണൻ കൈകാര്യം ചെയ്തത്. ചിന്താർമണി വൈദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള മാതൃമരുത്വം, സ്ത്രീകളുടെയും കുട്ടികളുടെയും രോഗത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നതാണ്. അപ്പൊ മാതൃമരുത്വം ഇപ്പോഴും റഫറൽ ഗ്രന്ഥമാണ് സിദ്ധയിലൊക്കെ. അതുപോലെ തന്നെ നീറ്റുമരുന്നുകളെയും വാറ്റുമരുന്നുകളെയും കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള എന്താ പറയുക, ആർക്കശാസ്ത്രം, അത് ഇപ്പോഴും സിദ്ധയുടെ റഫറൽ ഗ്രന്ഥമാണ്, റിട്ടൺ ബൈ രാവണ. അതുപോലെ തന്നെ രാവണൻ പരിശീലിച്ചിരുന്ന യോഗ ധ്യാന മുറകൾ, രാവണൻ ശരയോഗ അഭ്യസിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം അഭ്യസിച്ചിരുന്ന യോഗ ധ്യാന മുറകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ താന്ത്രിക ഗ്രന്ഥമാണ് ഉഡീശതന്ത്രം. അതുപോലെ ബ്രഹ്മാണ്ഡ രാവണ സൂത്രം എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട്, ബ്രഹ്മാണ്ഡ രാവണ സൂത്രം. ഇതെല്ലാം രാവണന്റെ ഗ്രന്ഥങ്ങൾ. അത് കൂടുതലും ഈ പറയുന്ന ധ്യാനമുറകളെ കുറിച്ചും താന്ത്രിക വിധികളെ കുറിച്ചും ഒക്കെയാണ്. തമിഴിലാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം. തമിഴല്ല, രാവണന്റെ സംസ്കൃതമുണ്ട്. രാവണന്റേത് അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് മദർ ഓഫ് ഓൾ മാർഷ്യൽ ആർട്സ് കളരിയാണെന്ന് പറയാറുണ്ട്. കളരി ശരിക്കും വന്നത് തമിഴ്നാട്ടിലെ ചിലമ്പം എന്ന് പറയുന്ന സിലംബകത്തിൽ നിന്നാണ് വന്നത്. ഈ സിലംബകം വന്നത് ശ്രീലങ്കയിലെ അങ്കംപുറ എന്ന് പറയുന്ന ആയോധന കലയിൽ നിന്നാണ്. ഈ അങ്കംപുറ രാവണനാണ് അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അങ്കംപുറ അതായത് ഒരു അംഗത്തിന് ഉപയോഗിക്കുന്ന ഒരു യുദ്ധതന്ത്രമാണ്, സാധാരണ ഒരു മാർഷൽ ആർട്സ് ഒന്നുമല്ല. അപ്പോൾ അങ്കംപുറയിൽ നിന്ന് സിലംബം വന്നു, സിലംബത്തിൽ നിന്നാണ് ഈ പറയുന്ന കളരി വന്നത്. കളരി ആണ് പിന്നീട് കുങ്ഫു എന്ന് പറയുന്ന ചൈനയിലേക്ക് പോകുന്നത്. ബോധിധർമ്മനാണ് ഈ പറയുന്ന ശരയോഗയെ ചൈനയിൽ എത്തിച്ചത്. അത് അവര് ഇപ്പോഴും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ കുങ്ഫുവിന്റെ ബേസ് അത് തന്നെയാണ്. ചൈനീസ് മായി മെറിഡിയൻ എന്നാണ് അവര് ശരയോഗയ്ക്ക് പറയുന്നത്. ചൈനീസ് മായി മെറിഡിയൻ. ജപ്പാനിലേക്ക് പോയി, ജാപ്പനീസ് ഹരാ ബ്രീത്തിങ് എന്നുള്ള പേരിൽ ശരയോഗാണ്. താവോയിസത്തിലേക്ക് പോയി, താവോയിസം ഇന്നർ സ്മൈൽ എന്നാണ് ആ പേര് അറിയപ്പെടുന്നത്. ഈജിപ്തിലേക്ക് പോയി, ഈജിപ്ഷ്യൻ QI ഫോഴ്സ്. നേരത്തെ അങ്ങനോട് ശരത്തിന്റെ പ്രസക്തി ചോദിച്ചു. ഈജിപ്തിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ പിരമിഡ്സ്. അപ്പോ ഈ പറയുന്ന ഈ രീതിയിൽ പോയിട്ടുണ്ട്. രാവണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു സ്കോളറായിരുന്നു, വലിയൊരു പണ്ഡിതനായിരുന്നു എന്ന് മാത്രമല്ല ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ കൂടിയായിരുന്നു. അദ്ദേഹം മാത്രമല്ല കൈലാസത്തിനടുത്ത് ജടാടവിഗല പ്രവാഹ പാവിതസ്ഥലേ ഗലേവലംബ്യലംബിതാം ഭുജംഗതുംഗമാലികാം ഠമഠമഠമന്നിനാദവഠമരൂയം ചകാര ചന്ദ്ര താണ്ഡവം തനു തുന ശിവ ശിവം. സംസ്കൃതത്തിൽ ഇങ്ങനെ ഒരു ശ്ലോകം എഴുതി അത് ആലപിച്ച് ഭഗവാനെ ആനന്ദ നൃത്ത ആടിപ്പിക്കണമെങ്കിൽ രാവണന്റെ പാണ്ഡിത്യം എന്ന് പറയുന്നത് അളക്കാൻ കഴിയുന്ന ഭക്തിയും അളക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രാവണന്റെ പരമ്പര ഇപ്പോഴും ബിസറാഖിലുണ്ട്. രാവണൻ ജനിച്ച വീട് അത് ശരിക്കും ഡൽഹി ഹരിയാന ബോർഡറിൽ ഗ്രേറ്റർ നോയിഡയ്ക്ക് അടുത്താണ്. ഉത്തരേന്ത്യ ആയതുകൊണ്ട് തന്നെ രാവണൻ എന്ന് പറയുന്നതിന് അവിടെ വലിയ അക്സെപ്റ്റബിലിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രശസ്തമല്ലേ. അപ്പോ രാവണന്റെ ഈ പറയുന്ന നിലവിലെ പരമ്പരകൾ അവിടെ ഉണ്ട്, ഗുരുപരമ്പരകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ രാവണൻ ജനിച്ച വീടുണ്ട്, രാവണൻ ശിവപൂജ ചെയ്ത ഭൂഗർഭ അറയുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് ആർക്കും കടന്നു പോകാൻ പറ്റില്ല, അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കും. അപ്പൊ അവിടെ ആ ശിവലിംഗം, രാവണൻ ആരാധന ചെയ്ത അഷ്ടഭുജ ശിവലിംഗം ഇപ്പോൾ ഒരു ചെറിയ ക്ഷേത്രമാക്കി ആ ശിവലിംഗമാണ് അവിടെ പൂജിക്കുന്നത്. അപ്പൊ അവിടെ ഗുരുപരമ്പരകളുണ്ട്. എന്റെ ഗുരുപരമ്പര ബിസറാഖില് രാവണ പരമ്പരയാണ്. വേറെ അറിയപ്പെടുന്ന ആരെങ്കിലുണ്ടോ രാവണന്റെ തൊട്ടടുത്ത ശിഷ്യനായിട്ട്? അങ്ങനെ രാവണന്റെ തൊട്ടടുത്ത ശിഷ്യനായിട്ടല്ല, അവിടെ ബാബാജി, ആ പറയുന്ന പരമ്പരകളിൽ ബാബാജിമാരുണ്ട്, അവരുമായിട്ടാണ് നമ്മുടെ സമ്പർക്കമുള്ളത്. നമ്മുടെ ക്രിയ ബാബാജി എന്നുള്ള ആ പേരിലല്ല ഞാൻ പറഞ്ഞത്. ബാബാജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരു എന്നുള്ള സങ്കല്പത്തിലാണ് ഞാൻ പറഞ്ഞത്. ബാബാജി നാഗരാജ് എന്നുള്ള സങ്കല്പത്തിലല്ല പറഞ്ഞത്. ക്രിയ ബാബാജി ശരയോഗിയായിരുന്നു. ശരയോഗിക്ക് മറ്റൊരു പേരുണ്ട്, ചാവാക്കലൈ. ശരയോഗയ്ക്ക് മറ്റൊരു പേരുണ്ട്, ചാവാക്കലൈ. അതായത് ശരിക്കും ശരയോഗ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾക്കൊരു ഇമ്മോർട്ടൽ ടെക്നിക്കാക്കി മാറ്റാം, അമരത്വം നൽകുന്ന വിദ്യയാക്കി മാറ്റാം. അങ്ങനെ അമരത്വത്തിലേക്ക് എത്തിയ വ്യക്തിയാണ് ക്രിയ ബാബാജി. ഈ ശരയോഗയിലെ തന്നെ സുഷുമ്ന പ്രാക്ടീസിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക പ്രാക്ടീസ്, ക്രിയായോഗ എന്ന് പറയുന്നത് സുഷുമ്ന പ്രാക്ടീസാണ്, ആത്മീയ വിദ്യയാണ്, മോക്ഷവിദ്യയാണ് ക്രിയായോഗ. ശരയോഗ ഭൗതികതയും കൂടി അതിനകത്തുണ്ട്. ഒരു സാധാരണ മനുഷ്യന് വേണ്ട
കൊടുക്കേണ്ടതല്ലേ അതിനാണ്. അതെ അതെ അതെ. അപ്പൊ ഈ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അങ്ങ് നെടുമങ്ങാടുകാരനാണ്. അപ്പൊ ഈ രാവണന്റെ അമ്മാവൻ മയൻ യഥാർത്ഥത്തിൽ നെടുമങ്ങാട് വസിച്ചിരുന്നു എന്നുള്ളൊരു വാക്ക് ഇത് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാവും? അറിയില്ല, എനിക്ക് ആ അതിനെക്കുറിച്ച് ആ, ആ. അറിയില്ല. ശരി ശരി. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ചോദ്യം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രാവണൻ ഒരു നിഷേധ കഥാപാത്രമായിട്ട് ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒതുക്കപ്പെട്ടതെന്നുള്ളൊരു? കാരണം ഒരു വശത്ത് നമ്മൾ ഈ പറഞ്ഞ വൈഷ്ണവൈറ്റ്സ് ആണ് രാമനാണ്, മറുവശത്ത് ശൈവൈറ്റ് ആയിട്ടുള്ള രാവണനുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും ഈ ഒരു ഡ്യുവാലിറ്റിയുടെ ഒരു ഭാഗമാണോ? രാവണൻ ഇല്ലെങ്കിൽ രാമനും ഇല്ല, അതെ, അതെ. രാമായണവും ഇല്ലല്ലോ. വിത്തൗട്ട് ഡാർക്ക്നെസ് ലൈറ്റ് ഹാസ് നോ പർപ്പസ്. ഇരുട്ടില്ലെങ്കിൽ പ്രകാശത്തിന് ഒരു പ്രസക്തിയില്ല. അപ്പോൾ അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സദാശിവനെ നമ്മൾ പറയുന്നത് ഡാർക്ക് എനർജി എന്നാണ് പറയുന്നത്. ഈ ലേറ്റസ്റ്റ് സയൻസ് കണ്ടെത്തിയ സദാശിവൻ എന്ന് പറയുന്നത് ഡാർക്ക് എനർജിയാണ്, അൺയൂസ്ഡ് പൊട്ടൻഷ്യൽ എന്നും കൂടെ ഒരു അർത്ഥം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ശരിക്കും ഇതൊരു ഈ പറഞ്ഞ രണ്ട് സംഗതികൾ തമ്മിലുള്ള ഒരു വാറായിട്ട് നമുക്ക് കാണാം. അതെ അതെ, അതിനകത്ത് ഈ ഓരോരുത്തരും, നമ്മൾ നേരത്തെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ആത്മീയ നാഡിയിൽ നിന്നുകൊണ്ട് ഭൗതികതയുടെ പൂർണ്ണതയിൽ ജീവിച്ചു, കൃഷ്ണനെ ആ തലത്തിൽ നമ്മൾ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ രാവണനെ സംബന്ധിച്ചിടത്തോളം രാവണനിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ പറയുന്ന അറിവിന്റെ നിറകുടമായി നിൽക്കുമ്പോഴും ഒരു മനുഷ്യനിൽ അഹന്ത വളർന്നു കഴിഞ്ഞാൽ അത് അവന്റെ നാശത്തിന് വഴിവെക്കുമെന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ് രാവണൻ. പഠിക്കാനേറെയുണ്ട്. മാത്രമല്ല, ചാവാകല എന്ന് പറയുന്ന ശരയോഗ പഠിച്ചിട്ട് അമരത്വത്തിലേക്ക് പോകാനായിട്ട് വളരെ കുറച്ചു പേർക്കല്ലേ സാധിച്ചു. എല്ലാവരും അമരത്വത്തിലേക്ക് പോകുന്നില്ലല്ലോ, ശരയോഗ പഠിച്ച എത്രയോ പേരുണ്ട്. അപ്പോൾ ഒരു വിദ്യയുടെ പൂർണ്ണത ആ വിദ്യയിൽ നിക്ഷിപ്തമാണ്. അത് പഠിക്കുന്നവനും പ്രാക്ടീസ് ചെയ്യുന്നവനും എവിടം വരെ എത്തി എന്നുള്ളത് വിദ്യയുടെ കുറ്റമല്ല. രാവണനെ സംബന്ധിച്ചിടത്തോളം അത്ര എനിക്ക് പറയുന്നു. അല്ല, വിദ്യ അതല്ല ഞാൻ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ഡിഫിനിഷൻ വരുന്നോണ്ട് ഞാൻ ചോദിച്ചത്. കാരണം ശ്രീരാമനെ കുറിച്ച് നമ്മൾ പറയുന്നത് അദ്ദേഹം സവികല്പ സമാധിയാണ്, പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. പൂർണ്ണതയുടെ അംശം നുകർന്നിട്ട് അത് വീണ്ടും അതിലേക്ക് പോകുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ സാധാരണ ഒരു മനുഷ്യനെ പോലെ ഇത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചു. മറ്റേ രാവണൻ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പൊസിഷനിൽ നേരുവിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മളിപ്പം അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഡിക്ലൈൻ? അതും ഈ പ്രപഞ്ചത്തിന്റെ ലീലയുടെ ഭാഗം തീർച്ചയായിട്ടും ലീലയുടെ ഭാഗമാണ്. പിന്നെ മാത്രമല്ല, നമ്മള് അതിനെല്ലാം പല കാരണങ്ങളും രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതിനും ഒക്കെ പറയുന്നുണ്ട്. അതിപ്പോ ഞാൻ ഈ പറയുന്ന പുരാണങ്ങളിലേക്കും അതിന്റെ ഉപകഥകളിലേക്കും അധികം പോകാറില്ല. അപ്പൊ അതിനെ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ ഒരുപാട് മകളായിരുന്നു. അതെ അതെ അതെ, അത് ഞാൻ പറഞ്ഞു. അതിനെ ഡീകോഡ് ചെയ്തെടുക്കുമ്പോൾ രാവണൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ലക്ഷ്മിയെ തന്നെയും സ്വന്തം രാജ്യത്ത് കൊണ്ട് തടവിൽ പാർപ്പിക്കുക എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളെല്ലാം വരച്ചവരെ മകനെ കൊണ്ട് ഇന്ദ്രനെ തോൽപ്പിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങോട്ട് ശനി ഇതിൽ നിന്ന് മാറിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാലിനെ വെട്ടുന്നത് മന്തി എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക്. അപ്പൊ ഞാൻ ആ പുരാണത്തിലെ കഥകളിലൊന്നും എനിക്ക് അത്ര കോഡുകളാണ്, അതെല്ലാം ഡീകോഡ് ചെയ്ത് എടുക്കുക. അതെ അതെ, അഹംഭാവത്തിന്റെ ഒരു പ്രതീകം ആയിരിക്കും, അതായിരിക്കും അദ്ദേഹത്തിന്റെ രാവണനെ. അതെ, രാവണൻ ഈ പറയുന്ന അഹന്ത, ശരിക്കും അറിവ് വർദ്ധിക്കുന്നവരിൽ അഹന്ത ജനിക്കാൻ സാധ്യതയുണ്ട്. ആ അഹന്തയായിരിക്കും പലപ്പോഴും അവരുടെ നാശത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പഷ്ടമായ ഉദാഹരണമാണ് രാവണൻ. അതെ 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 അതെ. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഈ നാടികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇട പിങ്കള ഇത് രണ്ടുമാണ്, അല്ലെങ്കിൽ സൂര്യനാടി ചന്ദ്രനാടി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ സുഷുമ്നയെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങ് പറഞ്ഞ വേറെ ചില നാടികളുടെ പേര് പരാമർശത്തിൽ ഇടയ്ക്ക് വന്നു. അപ്പൊ പ്രധാനപ്പെട്ട നമ്മൾ പറയുന്നത് 72,000 നാടികളുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന, പ്രഗത്ഭമായിട്ട് നിൽക്കുന്ന, ഏറ്റവും പ്രാധാന്യത്തോടെ നിൽക്കുന്ന നാടികൾ ഏതൊക്കെയാണ്? ഉപനാടികൾ ഒത്തിരി ഉണ്ട്. ഉപനാടികള്